നമസ്കാരം. ഒരിടത്ത് പട്ടണത്തിൽ ഒരു ചെറിയ ആൺകുട്ടിയുണ്ടായിരുന്നു. ഒരിക്കൽ തൻ്റെ സ്കൂൾ അവധിക്കാലത്ത് അവൻ തൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിലോട്ട് വന്നു. അതൊരു ചെറിയ ഗ്രാമമായിരുന്നു. അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ തങ്ങുന്നതിനിടയ്ക്ക് അവൻ അപ്പൂപ്പനോടൊരു ചോദ്യം ചോദിച്ചു. എനിക്ക് ഭാവിയിൽ ഒരു സക്സസ്ഫുൾ മാൻ ആകണമെന്ന്. അതിനു മറുപടിയായി അപ്പൂപ്പൻ അവനെയും കൂട്ടി അടുത്തുള്ള ഒരു നഴ്സറിയിലോട്ട് പോയി. അവിടെ ചെന്ന് 2 ചെറിയ വൃക്ഷത്തൈകൾ വാങ്ങി. തിരിച്ചു വന്ന അവർ രണ്ടുപേരും ചേർന്ന് ഒരു വൃക്ഷത്തൈ വീടിന് പുറത്ത് കുഴിച്ചിട്ടു. എന്നാൽ മറ്റേ വൃക്ഷത്തൈ അവർ വീടിനുള്ളിൽ കൊണ്ടുചെന്ന് വെച്ചു. അങ്ങനെ അവധിക്കാലം കഴിഞ്ഞു അവൻ തൻ്റെ വീട്ടിലോട്ട് മടങ്ങിപ്പോയി. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. 5-6 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ഒരു അവധിക്കാലത്ത് തൻ്റെ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് തിരിച്ചെത്തി. അവൻ ചോദിച്ചു, എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ മാൻ ആകുന്നത്? ഇത്തവണ അങ്ങ് എന്തായാലും ഇതിനുള്ള ഉത്തരം എനിക്ക് പറഞ്ഞു തന്നേ മതിയാകൂ. അപ്പൂപ്പൻ ചിരിച്ചു. അദ്ദേഹം അവനെ വീടിനകത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പണ്ട് വാങ്ങിയ ചെടി അവിടെ ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ആ ചെടി പണ്ടത്തേതിലും അല്പം കൂടെ വലിയ ഒരു ചെടിയായി വളർന്നിരുന്നു. അദ്ദേഹം അതവന് കാണിച്ചു കൊടുത്തു. ഇനി നമുക്ക് പുറത്തോട്ട് പോയി മറ്റേ ചെടിയുടെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് അദ്ദേഹം മുറ്റത്തെത്തിയപ്പോൾ അവൻ കണ്ടത് വീടിനേക്കാൾ ഉയരത്തിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വലിയ വൃക്ഷമായിരുന്നു. അതിൻ്റെ ശിഖരങ്ങൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തോട്ട് വളർന്ന് പന്തലിച്ച് നിന്നിരുന്നു. അപ്പൂപ്പൻ അവനോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. നമ്മൾ അന്ന് വാങ്ങിയ ചെടിച്ചട്ടിയിൽ വീടിനുള്ളിൽ വെച്ചപ്പോൾ അത് കുറച്ചു വലുതായി. എന്നാൽ അതിനെ മഴയെയും വെയിലിനെയും കൊടുങ്കാറ്റിനെയും ഒന്നും നേരിടേണ്ടി വന്നില്ല. പക്ഷേ നമ്മൾ വെളിയിൽ കുഴിച്ചിട്ട വൃക്ഷത്തൈ വളർന്ന് മരമായി മാറി. ഇത്രയും കാലത്തിനിടയ്ക്ക് അത് ഒരുപാട് മഴയും വെയിലും കൊടുങ്കാറ്റുകളും നേരിട്ടു. എന്നാൽ അതെല്ലാം ഇതിനെ സ്ട്രോങ് ആക്കുകയാണുണ്ടായത്. ഇതിൻ്റെ വേരുകൾ താഴോട്ട് പടർന്ന് ഇത് വളരെ സ്ട്രോങ് ആയ ഒരു വൃക്ഷമായി മാറി. പ്രകൃതിയുടെ ഏത് പരീക്ഷണവും നേരിടാൻ അതിന് സാധിക്കുന്നു. മഴയും വെയിലും കൊടുങ്കാറ്റും ഒന്നും അതിൻ്റെ വളർച്ചയെ ബാധിച്ചേയില്ല. മാത്രമല്ല, ഇതൊക്കെ നേരിട്ട് ഈ വൃക്ഷത്തൈ ഇന്നും തല ഉയർത്തി തന്നെ നിൽക്കുന്നു. അതെ, അതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും. നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മറ്റ് വെല്ലുവിളികളൊന്നും നേരിടാതെ ഇരുന്നാൽ നമുക്ക് കാര്യമായ പുരോഗതി ഉണ്ടാവില്ല. എന്നാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കടന്നാൽ, ഏത് വെല്ലുവിളികളെയും നേരിടാൻ നമ്മൾ തയ്യാറായാൽ അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും പുറത്തു വളർന്ന വൃക്ഷത്തെ പോലെ സ്ട്രോങ് ആയി വളർന്ന് വലിയ വലിയ പുരോഗതി അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികളെ ധൈര്യമായി നേരിടുക. ഉറപ്പായും നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിൽ എത്തുകയും സക്സസ്ഫുൾ ആവുകയും ചെയ്യും. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.